എല്ലാവർക്കും നമസ്കാരം. രാവിലെ ഒരു മൂകമായ അന്തരീക്ഷമായിരുന്നു. ചെറിയ മഴയും ഒക്കെ ഉണ്ടായിരുന്നു. മൂകമായ അന്തരീക്ഷത്തേക്ക് അടർത്തി മാറ്റി വെയിലിങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെടിത്തലപ്പുകളൊക്കെ ആട്ടി വെയിലിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് വന്ന ഈ ഒരു വെയിലിൻ്റെ സന്തോഷം കൊണ്ട് തന്നെ ഫുഡ് പാകം ചെയ്യാനായിട്ട് ആന്തൂറിയം ചെടികളുടെ കൈകളും നീണ്ട് ആകാശത്തേക്ക് നീട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിലോ രാവിലെ ഈ ഒരു കട്ടൻ ചായ കിട്ടാതെ എനിക്കൊന്നും ചെയ്യാനൊരു ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പം ഞാനിങ്ങനെ ഇതുപോലെ കട്ടൻ ചായ റെഡിയാക്കി ഉള്ളതിലേറ്റവും ഭംഗിയുള്ള ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കിച്ചണിൽ ഞാൻ തന്നെയാണ് രാജാവ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള രീതിയിൽ ചായ ഏത് ഗ്ലാസ്സിൽ വേണമെങ്കിൽ കുടിക്കാം, ഏത് കടി വേണമെങ്കിലും എടുത്ത് കഴിക്കാം. കാരണം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഗ്ലാസ് തന്നെ വേണം കുട്ടികൾക്ക് കേട്ടോ. അപ്പോൾ ഞാനിതാ ചെറിയ കുഞ്ഞു കുഞ്ഞു അച്ചപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും പിന്നെ നല്ല പോലെ കടലാസിൽ പൊതിഞ്ഞ് സുന്ദരിയായിട്ട് കിടക്കുന്നത്. രാവിലത്തെ കാലിച്ചായയിലൊരു പ്രാധാന്യമുണ്ട് കേട്ടോ. ഈ ചായ കുടിക്കുന്ന അത്ര സമയം നമ്മൾ ഒന്ന് ഫ്രീ ആവണ ടൈമാണ്. അപ്പോഴാണ് അന്ന് ചെയ്യേണ്ട ജോലി എന്തൊക്കെയാണെന്നൊരു പ്രിപ്പറേഷനും ആലോചനയൊക്കെ ഉണ്ടാവുക. അത് മാത്രമല്ല, നമ്മളെ ചുറ്റുമുള്ള കിളികളുടെ സൗണ്ടും ഒക്കെ നമുക്ക് സ്വസ്ഥമായിട്ട് കേൾക്കാം. കുറച്ച് കഴിഞ്ഞാൽ മക്കൾ എണീക്കുമ്പോൾ സൗണ്ട് ഒച്ചപ്പാടും ഒന്നും പുറത്തത്തേത് കേൾക്കാതെ അവരുടേത് മാത്രമേ ഉണ്ടാവുള്ളൂ. തലേന്ന് കുറച്ച് ചോറ് എക്സ്ട്രാ ബാക്കിയുണ്ടായിരുന്നു. പെട്ടെന്ന് ചീത്തയാവാത്ത ചോറായതുകൊണ്ട് തന്നെ നല്ല മണിമണി പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഫ്രീസറിൽ കയറ്റി വെച്ചിരുന്നു. നന്നായി തണുപ്പിച്ചതിന് ശേഷം ഇതാ കുറച്ച് പൊടി ആദ്യം മിക്സിയുടെ അടിയിലിട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ചോറും വാരിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് കരുകരുപ്പായിട്ട് നന്നായി പൊടിച്ചെടുക്കുക. ഇതാട്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ സോഫ്റ്റായിട്ട് നമുക്ക് പുട്ട് ചുട്ടെടുക്കാൻ പറ്റുക. പുട്ട് ചുട്ടെടുക്കുമ്പോൾ രണ്ടുണ്ട് കാര്യം കേട്ടോ. കുക്കറിൻ്റെ മുകളിൽ വെക്കുന്ന പുട്ടുംകുറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത്. പുട്ടിലേക്ക് നമ്മൾ ചെറുപയറുടെ കറിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറുപയർ നമ്മളിതുപോലെ കുക്കറിൽ വെച്ചിട്ട് അതിന് മുകളിൽ എനിക്ക് പുട്ട് ചുട്ടെടുക്കുകയും ചെയ്യാം. പുട്ട് റെഡിയായി വരുന്ന സമയമാകുമ്പോൾ കറിയും റെഡിയാവും. പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, അതുപോലെ ചെറിയ ഉള്ളി കുറച്ച് നമ്മൾ അതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും കറക്റ്റായിട്ട് വെട്ടി നിരത്തിയൊക്കെ ഇട്ട് നമ്മൾ കുക്കർ അടച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷമാണ് ഞാൻ പുട്ടിന് തേങ്ങയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ. ഏകദേശം നമ്മൾ ചെറുപയർ ഒന്ന് തിളക്കുന്ന സമയമാകുമ്പോഴേക്ക് നമുക്ക് പുട്ട് അതിൻ്റെ തേങ്ങയൊക്കെ ചിരകി അടിയിലിട്ട് പൊതിഞ്ഞ് ഉഷാറാക്കിയിട്ട് അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ചോറ് ചേർത്തുണ്ടാക്കുന്ന പുട്ട് മറ്റു പുട്ടിനെ പോലെയല്ല, ഭയങ്കര സോഫ്റ്റായിട്ട് നമുക്ക് പുട്ട് കഴിക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റും ആയിരിക്കും.
അങ്ങനെ നമ്മുടെ ആദ്യത്തെ പുട്ടുകുഞ്ഞ റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ പുട്ടിന് തിന്നാനായിട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഓരോരുത്തർ. അപ്പോൾ സെയിനാണ് ആദ്യം പുട്ട് കഴിക്കാനായിട്ട് പ്ലേറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആൾ കേട്ടോ. പുട്ടിനൊപ്പം ചെറുപയർ കറി ആയതുകൊണ്ട് തന്നെ വലിയ മുഖത്തെളിവൊന്നും ഉണ്ടാവില്ല സെയിന്. അപ്പോൾ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കനും പൊരിച്ചെടുക്കുന്നുണ്ട്. സെയിന് ചിക്കൻ്റെ മെയിൻ ആളാണ്. ചിക്കൻ ഉണ്ടായി പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. അപ്പം ഞാൻ കുറച്ച് ചിക്കനും ഇതുപോലെ മസാലയൊക്കെ ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം. ഇന്ന് ചിക്കൻ പൊരിക്കുമ്പോൾ നമ്മളതിൽ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല റെഡ് കളർ കാണുന്നുണ്ട്. ചിക്കൻ പൊരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കറിവേപ്പില ഇടുന്നത് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ കറിവേപ്പില നന്നായി ഒന്ന് തിളച്ച് എണ്ണ ഉഷാറായതിന് ശേഷം ഞാനിതുപോലെ കറിവേപ്പില ഇങ്ങനെ വിതറി കൊടുക്കും. അത് നമ്മൾ പൊരിച്ച് വരുമ്പോൾ ആ ഒരു നെരിഞ്ഞ കറിവേപ്പിലയുടെ സ്മെല്ല് നല്ല രസമായിരിക്കും. ഏകദേശം ചിക്കൻ്റെ സ്മെല്ല് വരാൻ തുടങ്ങിയപ്പോൾ തന്നെ പൂച്ചക്കുട്ടികൾ കൂടിൽ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും നമ്മൾ ചിക്കന് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെറുപയർ കറിയും പുട്ടും ചിക്കൻ പൊരിച്ചതൊക്കെ റെഡിയായി. ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ചായ കുടി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഒരുപാട് പണിയുണ്ടായത്. ഞാൻ ആദ്യം തന്നെ വേഗം നമ്മളെ പാത്രങ്ങളൊക്കെ ഡിഷ് വാഷറിൽ ഇട്ട് വെക്കും. പിന്നെ മുറ്റടിക്കാനും പിന്നെ ബാക്കിയുള്ള കലങ്ങൾ ചട്ടിയൊക്കെ കഴുകാനും നമ്മളെ ക്ലീനിങ്ങിൻ്റെ ആൾ ചെയ്തോളും. അപ്പോൾ പാത്രങ്ങൾ എന്നാലും ഞാൻ കുറച്ചൊക്കെ ഇതിലങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അവൾക്കും കുറച്ചൊരു ഭാരം കുറഞ്ഞു കിട്ടുമല്ലോ. നമുക്ക് വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടാകുമ്പോൾ അലക്കാൻ ഭയങ്കര സുഖമല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഈ ഒരു ഡിഷ് വാഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഈസിയാണ്. അപ്പോൾ ഇത് രണ്ടും ഡിഷ് വാഷറും വാഷിംഗ് മെഷീനും നമുക്ക് ഭയങ്കര ഉപകാരപ്രദമായ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ കഴിയുന്നവരൊക്കെ ഇത് വാങ്ങാൻ ശ്രമിക്കുക. ഇതിലുള്ള പ്ലേറ്റൊക്കെ നമ്മൾ കഴുകി വരുമ്പോൾ ഇതുപോലെ കണ്ട് നോക്കിയിട്ടോ നല്ല വെട്ടിത്തിളങ്ങും. നല്ല തിളപ്പിച്ച് ഉണക്കിയിട്ടോ നമുക്ക് തരും. ഞാൻ ഡിഷ് വാഷറിൽ പാത്രങ്ങളും അതുപോലെ നമ്മൾ ഓട്ടോമാറ്റിക്കിൻ്റെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സും അലക്കാനിട്ട് കഴിഞ്ഞാൽ ആ രണ്ട് പണിയും വളരെ ഈസി ആയിട്ട് നമുക്ക് കഴിയും. ഇനി എനിക്ക് ക്ലീനിങ്ങിൻ്റെ ഒരു റോബോട്ട് ഉണ്ടല്ലോ, അത് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഓരോ ടൈം ആവണം, അതുവരെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കയ്യിൽ കാശായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും വാങ്ങണമെന്ന് ഇനി ആഗ്രഹിക്കുന്ന ഒരൊറ്റ സാധനം അതേ ഉള്ളൂ. എൻ്റെ വലിയ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറിയപ്പോൾ ഇവരെയും കൊണ്ടാണ് കേട്ടോ പോകുന്നത്. സിംബയും പിങ്കിയും എൻ്റെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഞാൻ എൻ്റെ ബെഡിൽ കുറച്ച് നേരം കളിക്കാൻ വിട്ടതാണ്. അപ്പോൾ അവിടെ കിടന്ന് രണ്ടും കൂടെ ഭയങ്കര ഓട്ടവും പാച്ചിലൊക്കെയാണ്. ഒരാൾ കളിക്കുന്നതിൻ്റെ ഉപരി മറ്റേ ആൾ ഓടിപ്പായുന്നുണ്ട്. മറ്റുള്ള എന്ത് കാര്യത്തിനേക്കാളും നമ്മൾ ചെടികൾ വളർത്തുമ്പോൾ കിട്ടുന്ന സന്തോഷം പോലെയാണ് ഇവർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമാണ് നമ്മളെ സന്തോഷം കേട്ടോ. എന്ത് കാര്യത്തിനായാലും നമുക്കൊരു ചെറിയ വിഷമം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുവന്ന് കൂടെ ഇരുത്തിയാൽ നമുക്കത് കംപ്ലീറ്റ് മാറി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഒരാൾ കയറിപ്പോയി പിന്നെ ഇറങ്ങാൻ അറിയില്ല. അപ്പോൾ അവിടെ നിന്നിട്ട് കരയാൻ തുടങ്ങി. അവരോടൊപ്പം കൂടുതൽ നേരം കളിക്കാൻ നിൽക്കാറില്ല. പിന്നെ നമ്മൾ സെയിലിന് കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ. അപ്പോൾ അവർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമാവും. അപ്പോൾ ഞാൻ അതിനിടയിൽ ചെറിയ ജലദോഷമുണ്ട്,
അപ്പോൾ തുളസി ചായ ഉണ്ടാക്കി കുടിക്കുക വിചാരിച്ചിട്ട് തുളസിയൊക്കെ പൊട്ടിച്ച് കൊടുന്ന് വെള്ളം തിളപ്പിച്ച് നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് തുടങ്ങിയപ്പോഴേക്കും പുറത്തിതാ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വീടും ചുറ്റുപാടൊക്കെ വൃത്തിയായി കഴിഞ്ഞിട്ട് മഴ പെയ്താലും എനിക്ക് സന്തോഷമാണ്. അല്ലാതെ മഴ പെയ്യുമ്പോൾ അടിച്ചു വാരാതെയൊക്കെ എങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. നല്ല മുറ്റമൊക്കെ നീറ്റായി കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. റോസാപ്പൂവൊക്കെ തല കുത്തിയിട്ടുണ്ട് മഴ പെയ്തിട്ട്.